ഇൻവേഴ്സ് ട്രിഗണോൺ ഫംഗ്ഷൻസിന്റെ കൺക്ലൂഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് മിസ്ലേനിയസ് എക്സർസൈസിനകത്തുള്ള ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഈ ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം. ആ രൂപത്തിലേക്ക് ഇതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയെത്തണം. അങ്ങനെ നടത്തിയെത്തണമെങ്കിൽ സപ്പോസ് നമുക്ക് തന്നേക്കുന്ന 1 പ്ലസ് കോസ് എക്സ് ആയിരുന്നു എന്നിരിക്കട്ടെ, 1 മൈനസ് കോസ് എക്സ് ആയിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ 1 പ്ലസ് കോസ് എക്സിനെ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നും 1 മൈനസ് കോസ് എക്സിനെ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും മാറ്റി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് എത്തും. എന്നിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കോസ് ഫംഗ്ഷൻ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സോ അല്ലെങ്കിൽ 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം 1 പ്ലസ് സൈൻ എക്സ് ആ കിടക്കുക. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ വേറെയും പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈനെയും കൂടി കോസ് ആക്കി മാറ്റാൻ പോവാം. സൈനെ കോസ് ആക്കാൻ കോ ഫംഗ്ഷൻ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ സൈൻ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ എല്ലാത്തിനകത്തും ആ സൈനെ കോസ് ആക്കി മാറ്റണം. സോ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുത്തുവെച്ചാൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് ആ ഫംഗ്ഷൻ മാറിയിട്ടുണ്ടോ? കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. ഡിനോമിനേറ്റർ അതനുസരിച്ച് മാറി. Again, 1 plus cos x is 2 cos square x by 2. 2 cos square x by 2. 1 minus cos x is 2 sin square x by 2. Same procedure can be applied here, but the angle is pi by 2 minus x. എന്ത് ആംഗിൾ ഉണ്ടോ അതിൻ്റെ ഹാഫ് ആക്കണം. ഒരു ആംഗിളിനെ ഹാഫ് ആക്കാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 cos square ആ പൈ ബൈ 2 മൈനസ് എക്സിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 എന്നായി. എല്ലാത്തിനകത്ത് സെയിം ആംഗിൾ. സോ 2 cos square pi by 4 minus x by 2 plus 2 sin square ആയി pi by 4 minus x by 2 ഡിനോമിനേറ്റർ ആസ് ഇറ്റ് ഈസ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എല്ലാത്തിനകത്തും റൂട്ട് 2 കോമൺ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് 2 കോമൺ, ഡിനോമിനേറ്ററും കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് 2 കോമൺ, റൂട്ട് 2 ഗെറ്റ് ക്യാൻസൽ. ബാക്കിയുള്ളതിനകത്ത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഡിനോമിനേറ്റർ അങ്ങനെ വരും. അപ്പോൾ റാഡിക്കൽസ് എല്ലാം മാറിക്കഴിഞ്ഞു. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 2 കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 പ്ലസ് റൂട്ട് 2 സൈൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഡിനോമിനേറ്റർ സെയിം. അതിനകത്ത് 2 ഗെറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ റൂട്ട് 2 ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ റൂട്ട് 2 കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 എന്നാകും. ഡിനോമിനേറ്റർ 1 മൈനസ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. നമുക്കുള്ള ഐഡന്റിറ്റി ഓർക്കുക. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഈസ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. ടാൻ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഈസ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആ കിടക്കുക. സോ അതിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. ഔട്ട് സൈഡ് ഫംഗ്ഷൻ ഈസ് കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ശരിയല്ലേ? അപ്പോൾ നോക്കേ, ഇന്നർ ഫംഗ്ഷൻ ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ 2 അഗൈൻ നമുക്ക് കോ ഫംഗ്ഷൻ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ അകത്ത് കിടക്കുന്ന കോട്ട് എക്സ് ബൈ 2 ആണ്. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് ബൈ 2 ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഈക്വൽ എക്സ് ബൈ 2. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഹെൻസ് പ്രൂവ്ഡ്. എഴുതി പഠിച്ചാലേ പറ്റുള്ളൂ. ഇതൊക്കെ എഴുതി പഠിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് root of 1 plus x minus root of 1 minus x divided by root of 1 plus x plus root of 1 minus x. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ 1 പ്ലസ് എക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? കോസ് 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എക്സിന് പകരം. അപ്പോൾ മാറിയിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് 2 തീറ്റ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് 2 തീറ്റ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ. അഗൈൻ സെയിം ട്രാൻസ്ഫർമേഷൻ ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ root of 2 cos square theta minus root of 2 sin square theta, because 1 plus cos 2 theta is 2 cos square theta, 1 minus cos 2 theta is 2 sin square theta. Same transformation താഴെയും root 2 cos theta കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
റൂട്ട് 2 കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ തീറ്റ. 1 minus tan theta divided by 1 plus tan theta is tan pi by 4 minus theta. തൊട്ട് പ്രീവിയസ് ക്വസ്റ്റിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് പൈ ബൈ 4 പ്ലസ് തീറ്റ ആയിരുന്നു, ഇവിടെ പൈ ബൈ 4 മൈനസ് തീറ്റ. ടാൻ വേഴ്സ് ഓഫ് ടാൻ ആയപ്പോൾ പൈ ബൈ 4 മൈനസ് തീറ്റ ആയി. പക്ഷേ തീറ്റ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇല്ലായിരുന്നു. നമുക്ക് തീറ്റേനെ മാറ്റണം. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. എക്സ് ഇസ് ഈക്വൽ ടു കോസ് 2 തീറ്റ ആയിരുന്നല്ലോ, തുടക്കത്തിൽ നോക്കണം. അവിടെ തീറ്റയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. തീറ്റ ഇസ് ഈക്വൽ ടു 1/2 കോസ് ഇൻവേഴ്സ് എക്സ്. അതെടുത്ത് ഇവിടെ വെക്കുക. സോ ദാറ്റ് ഇസ് ദ ആൻസർ ടു ബി പ്രൂവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, 9π/8 മൈനസ് 9/4 സൈൻ ഇൻവേഴ്സ് 1/3 is equal to 9/4 സൈൻ ഇൻവേഴ്സ് 2√2/3. ഇതിൽ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്കൊരു 9/4 കോമൺ ആയിട്ട് എടുക്കാം. 9/4 ഇൻറ്റു റിമൈനിങ് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/3 അല്ലേ. നമുക്ക് നോക്കേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 ഉള്ള കാരണത്താൽ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/3 കിടക്കുക. സോ 9/4 വെളിയിലുണ്ട്. ആ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/3 പകരം കോസ് ഇൻവേഴ്സ് 1/3 എന്ന് കൊടുക്കാം. ഇനി പക്ഷേ ആൻസർ സൈൻ ഇൻവേഴ്സിലല്ലേ കിടക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. ആ കോസ് ഇൻവേഴ്സ് 1/3 പകരം ലെറ്റ് us assume എക്സ്, അതാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇംപ്ലൈസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 മീൻസ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ അഡ്ജസൻറ്റ് സൈഡ് ഈസ് 1, ഹൈപ്പോട്ടന്യൂസ് ഈസ് 3. പൈതഗോറസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് √8 എന്ന് വരും. √8 ഈസ് 2√2. അതാണ് ആ ട്രയാങ്കിളിന്റെ സൈഡുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രം ദാറ്റ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഇസ് 2√2/3. ഓർ എക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ, എക്സിന്റെ വാല്യൂ അല്ലേ വേണ്ടത്. ബിക്കോസ് ആ കിടക്കുന്ന കോസ് ഇൻവേഴ്സ് 1/3 വരെ നമ്മൾ എക്സ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്സ് ഇൻ ടേംസ് ഓഫ് സൈൻ? എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2√2/3. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/3 എന്ന് പറയുന്നതും സൈൻ ഇൻവേഴ്സ് 2√2/3 എന്ന് പറയുന്നത് രണ്ട് സെയിമാ. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് 1/3നെ സൈൻ ഇൻവേഴ്സ് 2√2/3 വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ദാറ്റ് ഇസ് എ റൈറ്റ് ഹാൻഡ് സൈഡ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇക്വേഷൻ തന്നെ എടുക്കണം, കാരണം സോൾവ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഇക്വേഷൻ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കേ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഈ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് 1 ഇൻറ്റു എക്സ് ആ കിടക്കുക. ഈ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ടാൻ ഇൻവേഴ്സ് എക്സ്. അതിനകത്ത് ആ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിനെയും കൂടി റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1/2 പ്ലസ് 1 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. 1/2 പ്ലസ് 1 ഇസ് ഈക്വൽ 3/2. സോ ദാറ്റ് ഇസ് 3/2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് π/4 ഈസ് ഈക്വൽ ടു 3/2 ടാൻ ഇൻവേഴ്സ് എക്സ്. ആ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്താൽ അവിടെ 3 ടാൻ ഇൻവേഴ്സ് എക്സ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ π/2 ആകും. ആ 3നെ അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ താഴെ കൊണ്ടുവന്നാൽ വി ഹാവ് π/6 is equal to tan inverse x. That is x is equal to tan π/6. What is the value of tan π/6? That is 1/√3. That is the value of x. ഇതാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്ന പ്രൊസീജിയർ. അടുത്തതും ഇത് തന്നെയാണ്. സോൾവ് ദി ഇക്വേഷൻ 2 tan inverse cos x is equal to tan inverse 2 cosec x. ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ രണ്ട് സൈഡും ടാൻ ഇൻവേഴ്സ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ആ ഇന്നർ ഫംഗ്ഷൻസിന് ഇക്വേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെയും ടാൻ ഇൻവേഴ്സ് തന്നെയാണ്. ബട്ട് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാസ് എ കോഎഫിഷ്യന്റ് 2. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്നർ ഫംഗ്ഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഹാവ് 2 tan inverse x is equal to tan inverse of 2x divided by 1 minus x square. ഇത് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എക്സിന് പകരം കോസ് എക്സ് ആ കിടക്കുക. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാൻ ബി ആസ് tan inverse of 2 cos x divided by 1 minus cos square x, because ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് x ഹിയർ വി ഹാവ് cos x ഈക്വൽ ടു tan inverse of 2 cosec x. ഇപ്പം നമുക്ക് രണ്ട് സൈഡും tan inverse കളഞ്ഞാൽ 2 cos x divided by 1 minus cos square x is equal to 2 cosec x. Again 1 minus cos square x is equal to sin square x. 2 cos x divided by sin square x is equal to 2 by sin x, because cosec x is equal to 1 by sin x. 2 get cancelled, 1 sin x get cancelled. Cos x by sin x is equal to 1. That is cot x is equal to 1. അവിടെ tan x എന്നാ കിടക്കുന്നത്. ഓക്കെ, cos x divided by sin x, that is cot x is equal to 1 എന്നാക്കിക്കൊള്ളണം, tan x അല്ല.
അത് പ്രിന്റിംഗ് എറർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ cot x is equal to 1, that is x is equal to pi by 4. കറക്റ്റ് ചെയ്തോണേ. tan x നോക്കി എഴുതരുത്. cos x by sin x ആ കിടക്കുക. cos x by sin x is cot x. cot x is equal to 1 means x is equal to pi by 4. tan x ആയാലും pi by 4 തന്നെ, പക്ഷേ തെറ്റല്ലേ? അതുകൊണ്ട് cos x by sin x is cot x എന്നാക്കി നിങ്ങൾ എഴുതിക്കോണം. റൈറ്റ്. അടുത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ എക്സർസൈസിനകത്ത് കിടക്കുന്നതാണ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ വേണ്ടത്. ഇതിൽ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ആൽഫ എന്ന് കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ആൽഫ ആകുമ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ആയി. ടാൻ ആൽഫ ഈക്വൽ ടു എക്സ് മീൻസ് എക്സ് ബൈ 1 എന്നാ മീനിങ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു. ആംഗിൾ ആൽഫ ആയാൽ ഓപ്പോസിറ്റ് സൈഡ് എക്സും അഡ്ജസൻറ്റ് സൈഡ് 1 വരും. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. So sin alpha, what is sin alpha? Sin alpha is equal to x divided by root of 1 plus x square. ഇതല്ലേ sin alpha. അപ്പോൾ tan alpha x ആണെങ്കിൽ sin alpha is equal to x divided by root of 1 plus x square. അപ്പോൾ നമുക്കുള്ള നോക്കേ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന് ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ എന്നായി. ആൻഡ് വാല്യൂ ഓഫ് സൈൻ ആൽഫ ഈസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. കാരണം ടാൻ ഇൻവേഴ്സ് എക്സ് എന്തായി മാറി? ആൽഫ ആയിട്ട് മാറി. അപ്പോൾ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള സൈൻ ആൽഫ എന്നല്ലേ വന്നേക്കുക. സൈൻ ആൽഫയുടെ വാല്യൂ നമുക്ക് ആ ട്രയാംഗിൾ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. x divided by root of 1 plus x square. So sin of tan inverse x is equal to x divided by root of 1 plus x square. So that's a D choice is the answer. Seventh question. If sin inverse 1 minus x minus 2 sin inverse x is equal to pi by 2, then x ന്റെ വാല്യൂ ആണ്. ഇത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഞാനൊന്ന് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു സംശയം അല്ലെങ്കിൽ എന്താ അത് ചെയ്യാത്തെന്നുള്ള തോന്നൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. നോർമലി ഇത് എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, എന്നാലും ഒന്ന് നോക്കി വെച്ചോളാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സൈൻ ഇൻവേഴ്സ് നമുക്ക് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് പൈ ബൈ 2. ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതാണ് ആ 2 സൈൻ ഇൻവേഴ്സ് എക്സിനെ അവിടെ കീപ്പ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സിനെ എടുത്ത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ആയില്ലേ. അത് നമുക്ക് എന്തെഴുതാം? കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് എന്നാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഇവിടെ ചെയ്യേണ്ടതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് കൊടുത്തു. സോ വാട്ട് ഈസ് കോസ് ആൽഫ? കോസ് ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എവിടെ നിന്ന് കിട്ടി? അതിനാണ് ആ ട്രയാംഗിൾ നോക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ആയാൽ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ ആണല്ലോ. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ആ ട്രയാംഗിളിനകത്ത് സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് ആകുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എക്സും ഹൈപ്പോട്ടന്യൂസ് 1ഉമാണ്. ആ ട്രയാംഗിൾ നോക്കണേ. അവിടെ നോക്കി എല്ലാ സ്റ്റേജും ഞാൻ എഴുതിയിട്ടില്ല, ഒത്തിരി ലെങ്തി ആയി പോകുന്ന ഒഴിവാക്കി പോയിരിക്കുക. സൈൻ വേഴ്സ് എക്സ് ഇസ് ഈക്വൽ ആൽഫ ആയാൽ എക്സ് ഇസ് ഈക്വൽ സൈൻ ആൽഫ. സൈൻ ആൽഫ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ എക്സും 1ഉമായി. Therefore the adjacent side is root of 1 minus x square. അതുകൊണ്ട് തന്നെ cos alpha is equal to root of 1 minus x square. Hence again alpha is equal to cos inverse 1 minus x square. അപ്പോൾ sin inverse x ഉം cos inverse root of 1 minus x square രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും sin inverse x ഉണ്ടെങ്കിൽ അതിന് പകരം cos inverse root of 1 minus x square നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പോകുന്നു. ഓക്കെ, -2 sin inverse എക്സിന് പകരം cos inverse root of 1 minus x square ആ ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബിക്കോസ് sin inverse x is same as cos inverse root of 1 minus x square. അപ്പോൾ -2 cos inverse root of 1 minus x square is equal, right side is cos inverse 1 minus x. ഇനി ചെയ്യേണ്ടത് again make the substitution x is equal to sin theta. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറയാതിരുന്നത്. ഒന്ന് നോക്കുക, പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കുക. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തു. സൈൻ തീറ്റ എന്ന് കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കേ, -2 cos inverse root of 1 minus sin square theta equal to cos inverse 1 minus sin theta. Root of 1 minus sin square theta is cos theta. So -2 cos inverse theta equal to cos inverse of 1 minus sin theta. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് -2 theta എന്ന് വരും. cos inverse 1 minus sin theta റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇനി ചെയ്യുന്നത് ആ cos inverseന് പകരം ഇപ്പുറത്തെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ cos -2 theta is equal to 1 minus sin theta എന്ന് വരും. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ തുടങ്ങുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ തുടങ്ങുന്നത് ആ cos inverse ഇപ്പുറത്ത് വരുമ്പോൾ cos -2 theta ഈക്വൽ ടു അപ്പുറത്ത് 1 minus sin theta ആയിരിക്കും. നെക്സ്റ്റ് സ്ലൈഡ് അവിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ
കൺക്ലൂഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് മിസ്ലേനിയസ് എക്സർസൈസിനകത്തുള്ള ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു π/2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഈ ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം. ആ രൂപത്തിലേക്ക് ഇതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയെത്തണം. അങ്ങനെ നടത്തിയെത്തണമെങ്കിൽ സപ്പോസ് നമുക്ക് തന്നേക്കുന്ന 1 പ്ലസ് കോസ് എക്സ് ആയിരുന്നു എന്നിരിക്കട്ടെ, 1 മൈനസ് കോസ് എക്സ് ആയിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ 1 പ്ലസ് കോസ് എക്സിനെ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നും 1 മൈനസ് കോസ് എക്സിനെ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും മാറ്റി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് എത്തും. എന്നിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കോസ് ഫംഗ്ഷൻ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സോ അല്ലെങ്കിൽ 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം 1 പ്ലസ് സൈൻ എക്സ് ആ കിടക്കുക. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ വേറെയും പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈനെയും കൂടി കോസ് ആക്കി മാറ്റാൻ പോവാം. സൈനെ കോസ് ആക്കാൻ കോ ഫംഗ്ഷൻ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ സൈൻ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് π/2 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എല്ലാത്തിനകത്തും ആ സൈനെ കോസ് ആക്കി മാറ്റണം. സോ കോസ് π/2 മൈനസ് എക്സ് എന്ന് കൊടുത്തുവെച്ചാൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് ആ ഫംഗ്ഷൻ മാറിയിട്ടുണ്ടോ? കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് π/2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് π/2 മൈനസ് എക്സ് ഡിനോമിനേറ്റർ അതനുസരിച്ച് മാറി. Again 1 plus cos x is 2 cos square x by 2. 2 cos square x by 2. 1 minus cos x is 2 sin square x by 2. Same procedure can be applied here, but the angle is π/2 minus x. എന്ത് ആംഗിൾ ഉണ്ടോ അതിൻ്റെ ഹാഫ് ആക്കണം. ഒരു ആംഗിളിനെ ഹാഫ് ആക്കാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 cos സ്ക്വയർ ആ π/2 മൈനസ് എക്സിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ π/4 മൈനസ് എക്സ് ബൈ 2 എന്നായി. എല്ലാത്തിനകത്ത് സെയിം ആംഗിൾ. സോ 2 cos സ്ക്വയർ π/4 മൈനസ് എക്സ് ബൈ 2 പ്ലസ് 2 സൈൻ സ്ക്വയർ ആയി π/4 മൈനസ് എക്സ് ബൈ 2 ഡിനോമിനേറ്റർ ആസ് ഇറ്റ് ഈസ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എല്ലാത്തിനകത്തും റൂട്ട് 2 കോമൺ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് 2 കോമൺ, ഡിനോമിനേറ്ററും കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് 2 കോമൺ, റൂട്ട് 2 ഗെറ്റ് ക്യാൻസൽ. ബാക്കിയുള്ളതിനകത്ത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ കോസ് π/4 മൈനസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ π/4 മൈനസ് എക്സ് ബൈ 2 ഡിനോമിനേറ്റർ അങ്ങനെ വരും. അപ്പോൾ റാഡിക്കൽസ് എല്ലാം മാറിക്കഴിഞ്ഞു. അസൈൻമെന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻസ് ആദ്യത്തത് tan ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആ സെക്ഷനകത്തുള്ള. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യണം. പക്ഷേ എക്സിനും വൈക്കും വരും ആ ടാൻ ഇൻവേഴ്സിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് വരും. കാരണം കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോകും. സോ ദ വാല്യൂ ഈസ് π/4. സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. ഒന്ന് ചെയ്ത് വേണം ചെയ്യാൻ, എഴുതേണ്ട വല്ല വെറുതെ π/4 എന്ന് എഴുതി വെക്കല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് 17 π/3. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാ, ഇത്തവണ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ അതിനെ പ്രിൻസിപ്പൽ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അറിയാലോ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്തത് ഷോ ദാറ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് 12/13 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65. അവിടെ ചെയ്യേണ്ടത് ആ കോസ് ഇൻവേഴ്സ് ക്വാണ്ടിറ്റിക്ക് വരും എക്സ് എന്നും സൈൻ ഇൻവേഴ്സ് 3/5 വരും വൈ എന്നും കൊടുക്കുക. സോ എക്സ് പ്ലസ് വൈ എന്നാകും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. പ്രൂവ് ചെയ്യപ്പെടേണ്ട സൈൻ ഇൻവേഴ്സ് ആണ്. സോ സൈൻ ഓപ്പറേറ്റ് ചെയ്യുക, സൈൻ എക്സ് പ്ലസ് വൈൻ്റെ ഓപ്പറേറ്റ് ചെയ്യുക. സൈൻ എക്സ് പ്ലസ് വൈ ആകുമ്പോൾ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വരും. അതിനകത്ത് ഇവിടെ നമുക്ക് കോസ് എക്സിൻ്റെ വാല്യൂം സൈൻ വൈൻ്റെ വാല്യൂം ഉള്ളൂ. അതിൽ നിന്ന് സൈൻ എക്സും കോസ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ട്രയാങ്കിൾ വരച്ച് കണ്ടുപിടിച്ചോണ്ടാൽ മതി. 12ഉം 13ഉം വരുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഫോമിലേ വരത്തുള്ളൂ. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. 3ഉം 5ഉം ആകുമ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 56/65 വരും. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. എക്സ് ആണ് ആദ്യത്തത്, വൈ ആണ് രണ്ടാമത്തത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.